നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രജാസഭ നടത്തിയ 2025 ജനുവരി ക്ലാസ് 9 സുഗമ ഹിന്ദി പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സുഗമയ്ക്ക് ചേർന്ന കുട്ടികളും ചേരാത്ത കുട്ടികൾക്കും ഈ ഒരു ചോദ്യപേപ്പർ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനിയിപ്പം മോഡൽ എക്സാമും ആൻഡ് എക്സാമൊക്കെ വരികയാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത്. എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ചട്ട്പട്ട് ഓർ നട്ട്പട്ട്. वे गांव में रहते थे. उनके स्कूल गांव में नहीं, दूर दूसरे गांव में था. वहाँ तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. അപ്പോൾ ചട്ട്പട്ട് നട്ട്പട്ടിൻ്റെ പാഠത്തിൽ വരുന്ന ഒരു 2 സെൻറ്റൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും സന്ദർഭം വരാം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേ ഏക്ക് ഗാവ് മേ രഹത്തെ थे. കോൺ കോൺ, അവർ ഒരേ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ആരൊക്കെയാണ്? ചട്ട്പട്ട്, നട്ട്പട്ട്. ചട്ട്പട്ട് ഓർ ഉസ്കാ ഭായി ദൂസരെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ थे. ക്യൂം, എന്തുകൊണ്ടാണ് അവർ വേറെ സ്കൂളിൽ പോകുന്നത്? അപ്പോൾ ആ പാരഗ്രാഫ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉൻകെ ഗാവ് മേ സ്കൂൾ നഹി ഹെ, ഇസ്ലിയെ വേ ദൂസരെ ഗാവ് മേ പഠിത്താ था. ഇനി 4 പ്രസ്താവന എഴുതാനാണ്. അപ്പോൾ 4 പ്രസ്താവന സഹി ആയിട്ടുള്ളതുണ്ട്, ബാക്കി 2 എണ്ണം തെറ്റാണ്. അപ്പോൾ ഏതൊന്ന് കണ്ടെത്തുക. ദോനോ ഭായി അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ थे. രണ്ടുപേരും തൻ്റെ ഗ്രാമത്തിലെ സ്കൂളാണ് പഠിച്ചിരുന്നത്. ദോനോ പൈദൽ സ്കൂൾ ജാത്തേ थे. രണ്ടുപേരും നടന്നാണ് പോകുന്നത്. വേ ദൂസരെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ थे. അവർ വേറൊരു ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. വേ സൈക്കിൾ സെ സ്കൂൾ ജാത്തേ थे. അവർ സൈക്കിളിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ചോട്ടാ ബഹുത്ത് ശരാരത്തി था. ഇളയ കുട്ടി ഭയങ്കര കുസൃതിയായിരുന്നു. രാസ്തേമേ റെയിൽവേ സ്റ്റേഷൻ था. അവർ പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. രാസ്തേമേ പോക്കർ था. പോകുന്ന വഴിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത ഏതൊക്കെയാണ്? രാസ്തേമേ റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു അല്ലേ, അപ്പോൾ അത് വേണ്ട. പിന്നെന്താണ്? ദോനോ ഭായി അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ थे. അവരുടെ ഗ്രാമത്തിലെ സ്കൂളിലാണോ പഠിക്കുന്നത്? അല്ല, വേറെ ഗ്രാമത്തിലല്ലേ. അപ്പോൾ ഒന്നാമത്തതും വേണ്ട, റെയിൽവേ സ്റ്റേഷനും വേണ്ട. ബാക്കി എല്ലാ പോയിന്റും അതിൽ ഉൾപ്പെടുത്താം. അടുത്ത ഖർ എന്ന പാഠമാണ്. ഖർ കഹാനി കാ യഹ് അംശ് പഠേ और 4 से 6 तक के प्रश्नों के उत्तर लिखे. നയേ ഘർ മേ ഉൻ ദോനോ കി യഹ് പഹ്ലി മുലാഖാത്ത് ഥി. പുതിയ വീട്ടിൽ അവർ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഖർ എന്ന കഥയിൽ കുറച്ച് ജീവികളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഉൻ ദോനോ കി പഹ്ലി മുലാഖാത്ത് ഥി കിൻകി. അവരുടെ ആദ്യ കണ്ടുമുട്ടലായിരുന്നു. ആരുടെ? ചിപ്കലി അല്ലേ. അപ്പോൾ പഹ്ലി മുലാഖാത്ത് മേ വിശേഷണ ശബ്ദ് കോൺസാ ഹെ. അതിലേതാ വരുന്നത്? പഹ്ലി. പഹ്ലി മുലാഖാത്ത് മേ ഫർഹാദ് ചിപ്കലി സെ ക്യാ ക്യാ ബാത്തേ കർത്തേ ഹോഗെ. എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചത്? ഉൻകാ സംഭാവിത വാർത്താലാപ് ലിഖേ. അപ്പോൾ അതുമായി സംബന്ധിച്ച സംഭാഷണം എഴുതുക. അടുത്ത് ബഹുത്ത് ദിനോ കെ ബാത്ത് ആണ്. ബഹുത്ത് ദിനോ കെ ബാത്ത് അബ്കി മേനെ ജീഫർ താൽ മഖാന ഖായ ഗന്നെ ചൂസേ ജീഫർ. ബഹുത്ത് ദിനോ കെ ബാത്ത് കിസ്കി കവിത ഹെ. ആരുടെ കവിതയാണ്? നാഗാർജുൻ കി കവിത. നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയ. അപ്പോൾ താഴെ ഒരു വരി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട വരി കണ്ടെത്താനാണ്. മൻ പസന്ത് ദേഹാത്തി ഖാന ചക്നെ കാ മൗക്ക മില. അപ്പോൾ ആ വരിയുമായി ബന്ധപ്പെട്ട സെൻറ്റൻസ് വേണം ആ വരിയിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ഇനി കവിതാക്ക ആസ്വാദൻ ടിപ്പണി. അടുത്ത് വരുന്നത് ഗാന്ധിജിയുടെ ചാപ്റ്ററാണ്. ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി ലേഖക അംശ് പഠേ ഓർ 10 से 12 तक के प्रश्नों के उत्तर लिखे. ഗാന്ധിജി പോലെ മേ ആ രഹാത. ഗാന്ധിജി പറയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തോ രാസ്തേ മേ റെയിൽഗാഡി മേ കിസിനെ മേരി ഘടി ചുരാലി. അപ്പോൾ വഴിയിൽ വെച്ച് ആരോ യാത്രാമധ്യത്തിൽ എന്ത് ചെയ്തു? ആരോ എൻ്റെ വാച്ചിനെ മോഷ്ടിച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ വാച്ച് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും പാഠത്തിൽ ഗാന്ധിജിയുടെ തന്നെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വേറെ സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കിസ്കി ഘടി ചോരി ഹോഗെ. ആരുടെ വാച്ചാണ് നഷ്ടപ്പെട്ട? ആരുടെയാണ്? ഗാന്ധിജി. കിസീനേമേയും പ്രയുക്ത് സർവനാം. കിസീനെ ഏത് വരുമ്പോഴാണ് കിസീനെ വരുന്നത്? അപ്പോൾ കോയിയാണ് കിസീനെ ആയിട്ട് വരുന്നത്. फूल कविता की ये पंक्तियाँ पढ़े और 13 से 14 तक के प्रश्नों के उत्तर लिखे. तितलियों ने कहा हमें कोमल स्पर्श चाहिए. തിത്തലിയരാണ് ചിത്രശലങ്ങൾ പറയണം, ഞങ്ങൾക്ക് കോമളമായി സ്പർശിക്കുന്ന പൂക്കളെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പൂല്, ഇവിടെ പ്ലാസ്റ്റിക് പൂലാണ് അല്ലേ. പ്ലാസ്റ്റിക് പൂവിൻ്റെ ദോഷങ്ങളും ആണ് കവി പറയുന്നത്. അപ്പോൾ യഥാർത്ഥ പൂവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് പൂവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അടുത്ത് വരുന്നത് തിത്തലി പ്ലാസ്റ്റിക് കെ ഫൂലോ സെ അസന്തുഷ്ട थे. തിത്തലിക്ക് പ്ലാസ്റ്റിക് പൂവ് ഇഷ്ടപ്പെട്ടില്ല, തൃപ്തിയല്ലായിരുന്നു. കോൺ കോൺ ഇൻ ഫൂലോ സെ നാഖുഷ് थे. വേറെ ആർക്കൊക്കെയാണ് ആ പൂവിനോട് ഇഷ്ടം തോന്നാത്തത്? കവിതാക്കെ ആധാരപ്പോൾ സഹി മിലാവ. ഹവ. അപ്പോൾ ഹവയിൽ വരുന്ന എന്താണ്? ഗന്ധ്. മധുമക്കി
रस, तितली स्पर्श, बच्चा फूलों की पहचान। അടുത്ത 15ാമത്തത് कोष्ठक से उचित शब्द चुनकर वाक्यों को आगे बढ़ाए। पहली 1958 की प्रतियोगिता में ब्राज़ील की विजय हुई। മത്സരത്തിൽ ബ്രസീൽ വിജയിച്ചു. വിശ്വകപ്പ് പ്രതിയോഗിത में ब्राज़ील की विजय हुई. ലോകകപ്പ് മത്സരത്തിൽ ബ്രസീൽ വിജയിച്ചു. അപ്പോൾ ഇനി ഇവിടെ പഹലിയുണ്ട്, 1958 ഉണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് വെച്ച് ഇതിനെന്ത് ചെയ്യാം, പിരമിഡാക്കി എഴുതുക. അടുത്ത जन जन का चेहरा कविता का अंश पढ़े और 16 से 17 तक के प्रश्नों के उत्तर लिखे. नील नदी अमेज़न मिसौरी में वेदना से गाती हुई बहती बहाती हुई जिंदगी की धारा एक. जन जन से नदी का क्या संबंध है? संबंध पहचाने और जोड़े लिखे. गंगा, गंगा വരുന്ന ഏതാണ്? ഭാരത്, നീല് മിസ്ർ, ഇരാവതി മ്യാൻമർ, ആമസോൺ ദക്ഷിണ അമേരിക്ക. അടുത്ത് സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ്. हिंदी के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूटी काकी. इसमें बूटापे की समस्या को प्रस्तुत किया है. ഇപ്പോൾ ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ പ്രേംചന്ദിൻ്റെ ഹൃദയസ്പർശിയായ കഥയാണ് ബൂട്ടി കാക്കി. ഇതിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കവി പറയുന്നത്. വാർദ്ധക്യം മൂലം ഒരു വൃദ്ധ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് കവി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൃദ്ധാജൻ की ज़्यादा संपत्ति लेने के बाद उनकी उपेक्षा करने वाले സാമാജിക യഥാർത്ഥത की ओर कहानी इशारा करती है. വാർദ്ധക്യത്തിൽ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയാകുന്ന ആ ഒരു വൃദ്ധയുടെ ദയനീയ അവസ്ഥയാണ് കവി ഇവിടെ ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 9ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യപേപ്പർ നന്നായിട്ട് പഠിക്കുക. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്കിലോട്ട് അടയാളപ്പെടുത്തി നിങ്ങൾക്ക് സ്കൂളിൽ തന്ന നോട്ടുമായി ബന്ധപ്പെട്ട് ആൻസറുകൾ എഴുതുക. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.